ഹലോ ഓൾ, അപ്പോൾ എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ചെറിയ റൈഡ് പോവാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 5:37 ആയി. രാവിലെ ഇറങ്ങി കുറച്ചുകൂടെ വെട്ടം വന്നിട്ട് നമുക്ക് കാണാം. നമ്മളിന്ന് പോകുന്നത് മല്ലപ്പക്കൊണ്ട എന്ന് പറഞ്ഞൊരു ഹില്ലാണ്. മല്ലപ്പക്കൊണ്ട. അതപ്പോൾ ഇങ്ങനെ ഞാൻ ചുമ്മാ എവിടെയോ ഇങ്ങനെ തപ്പിപ്പിടിച്ച് ഗൂഗിൾ മാപ്പ് വഴി തപ്പിപ്പിടിച്ച് നോക്കിയതാണ്. ബാംഗ്ലൂരിൽ നിന്ന് വലിയ ദൂരമില്ല, ഒരു 100 കിലോമീറ്റേഴ്സേ ഉള്ളൂ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. ചുമ്മാ റൈഡ്. ഇപ്പം നമ്മൾ ഹൊസൂർ റൂട്ടാണ് പോകുന്നത്. ഹൊസൂറിൻ്റെ ആ ഹൈവേയിൽ അത് കുറച്ച് ദൂരം പോകണം നമുക്ക്. നമ്മളങ്ങനെ ഹൊസൂർ ഹൈവേന്ന് ഒരു ഡീവിയേഷൻ എടുത്ത് ലെഫ്റ്റിലോട്ട്. ഈ റൂട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഇനിയും ഒരു 1 അവറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് ഈ ഏരിയ കാണാൻ. ഇപ്പം നല്ല തണുപ്പുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമൊക്കെ മഴ പെയ്തുകൊണ്ട് എത്ര നാൾ നല്ല ചൂടായിരുന്നു ബാംഗ്ലൂർ. രണ്ട് സൈഡും പാടം, നെൽപ്പാടമാണ്. രണ്ട് സൈഡും നെൽപ്പാടവും കൃഷികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ. കർണാടകയുടെ ഔട്ട്സ്കേർട്സ് ഒക്കെ ഇങ്ങനെ, കർണാടകയുടെ അല്ല, ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സ് ഒക്കെ ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. ഈ സ്ഥലം പ്രോപ്പർ തമിഴ്നാടാണ്, കർണാടകയുടെ ഭാഗമല്ല. ഇതൊരു തമിഴ്നാടാണ്. ഇതെല്ലാം ബോർഡറല്ലേ. നമ്മൾ ഹൊസൂർ കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് തമിഴ്നാടും അപ്പുറത്ത് കർണാടകയാണ്. നമ്മളന്ന് ശൂലഗിരിയിലൊക്കെ പോയപ്പം കണ്ട പോലൊരു സ്ഥലമൊക്കെ ഭയങ്കര പീസ്ഫുള്ളാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് ഈ ഏരിയ ഫുള്ള്.
ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 7 മണി ആവുന്നുണ്ട്. 3 മിനിറ്റോടെ ഉള്ളു. ഇടയ്ക്ക് വെച്ച് എനിക്കൊരു പണി കിട്ടിയായിരുന്നു. ഒരു റോഡ് വർക്ക് കാരണം ഡീവിയേഷൻ എടുക്കേണ്ട വന്നു. അങ്ങനെയാണ് ഇത്ര ലേറ്റ് ആയത്. ആ റോഡിൽ നിന്ന് നമ്മൾ ഡീവിയേഷൻ എടുത്തിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു വഴി, നല്ല തീരെ വലിയ വീതിയൊന്നും ഇല്ലാത്തൊരു ചെറിയ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നല്ലോണം ടാറൊക്കെ ഇട്ടിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്ത വഴിയാണ്. ഇവിടെ മൊത്തം ഈ ഫാമിങ്, കൃഷിക്കാരും അങ്ങനത്തെ ഏരിയയാണ്. പതുക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ റൂട്ടാണ്. ചെറിയൊരു തണുപ്പുണ്ട്, കാരണം നേരം വെളുക്കുന്നതല്ലേ ഉള്ളൂ. ഇപ്പം 7 ആയി, കൃത്യം 7, രാവിലെ 7 മണിയായി. നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തന്നെ ഈ ഒരു വീതിയുള്ളൂ ഈ വഴികളൊക്കെ. എല്ലാം അങ്ങനെ വേറെ വണ്ടികളൊന്നും വരത്തില്ല, പക്ഷെ ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഫുള്ളൊരു ഗ്രാമമാണ്. ഇങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ കൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലമാണ്. ഒരു തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ടൈം 7:15 കഴിഞ്ഞു. നമ്മളിപ്പം കൊങ്ങണപ്പള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. ശനിയാഴ്ചയായിട്ടും പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ട്. നോക്കി അപ്പുറത്ത് ചുറ്റും മലകളും, ഇവിടെ ഇങ്ങനെ പാടവും ആൾക്കാരുടെ വീടും. നല്ലൊരു പ്ലേസാണ്. ഒരു ഫോറസ്റ്റും ഒരു ഗ്രാമം കൂടെ ഉള്ളൊരു മിക്സ്. കണ്ടില്ലേ, ഇതൊക്കെ ഒരു ഫോറസ്റ്റിലേക്ക് പോകുന്ന ഒരു വൈബാണ്. മയിലിനെയൊക്കെ കണ്ടു, അല്ലാതെ ഇതെനിക്ക് തോന്നുന്നില്ല അത്ര വലിയ ഡെൻസ് ഫോറസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നല്ല സുഖമുണ്ട് ഇത് വഴി. നല്ല ശ്വാസവും ഇവിടുത്തെ എയറിനൊരു പ്രത്യേക ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ചെറിയ തണുപ്പും. ഇത് വൈൽഡ് ലൈഫ് ഉള്ളത് തന്നെ കേട്ടോ. എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ പ്രൊട്ടക്ഷനൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ഓരോന്ന് നട്ടിട്ടൊക്കെ ഉണ്ട്. മേ ബി അത്രയ്ക്ക് അങ്ങോട്ട് ഡെൻസ് ആയിരിക്കത്തില്ല ഈ ഭാഗമൊക്കെ. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് വന്നാലെങ്കിലേ ഉള്ളൂ. നല്ല സ്ഥലം കണ്ടില്ലേ. നമ്മൾ ആ ഹിൽ ടോപ്പിലോട്ട് എന്താണ് പോകുന്നത് എന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ആ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നല്ല റോഡാണ്. ഫുള്ള് വലിയ വീതിയൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല റോഡാണ്. ബാംഗ്ലൂർ കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, പ്രത്യേകിച്ച് തമിഴ്നാട് കയറിയ പിന്നെ.
ഈ സ്ഥലം വലിയ ഹൈറ്റ് ഉണ്ടെന്നൊന്നും പറയാനൊക്കത്തില്ല, എന്നാലും ഈ ചുറ്റുമുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള പ്ലേസാണ്. നമ്മളങ്ങനെ ഇതിൻ്റെ മേളിലെത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതിന് മേളിലുണ്ട്, അവിടെ ശിവലിംഗമൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പ്. നമ്മളങ്ങനെ അവിടെ മേളിലെത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇതിൻ്റെ മേളിലുണ്ടൊരു ശിവലിംഗം. അപ്പം പിന്നെ അവിടെ നിന്ന് എനിക്കൊന്ന് വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോവാണ്. എന്താണെന്ന് ഇവിടെ എന്താണെന്ന് അറിയാം. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നമ്മൾ വന്ന റോഡ് കാണാൻ പറ്റും. ഇതിൻ്റെ ഈ സൈഡിലുള്ള വ്യൂ ഒരു രക്ഷയില്ല, കാണാം. ഏകനായി തേടുമീ നമ്മിലെ പ്രാണനെ ലോകമേ അറിയുമീ എന്നിലെ നേരിനെ ഓരോരോ മണ്ണിലെ മോഹം ഏതേതോ വിണ്ണിനെ താരം കണ്ണീരണിഞ്ഞാനിയും വരാത്തേ ആരാരോ പാറുന്നു ദൂരെ നമ്മളപ്പോൾ അങ്ങനെ തിരിച്ചു പോകാൻ തീരുമാനിച്ച് അവിടെ കുറച്ചേരം നിന്നു. ഇപ്പോൾ വേണ്ട വെയിൽ വന്ന് തുടങ്ങി. ഏകദേശം 8:30 ചൂടൊന്നും ഇതുവരെ തോന്നിയില്ല, പക്ഷെ ഇനി നിന്നാൽ ചിലപ്പോൾ ചൂടാവും. കാരണം ഇപ്പോഴും ആ ഒരു മേഘത്തിൻ്റെയും ആ ഒരു ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയും ചിലപ്പോൾ വെയിലായിരിക്കും, കറക്റ്റ് അറിയില്ല. ആൾക്കാരുണ്ടായിരുന്നു ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിച്ച ആരും കാണത്തില്ലെന്ന്, സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ റിട്ടേൺ പോകണം. വീക്കെൻഡൊക്കെ തൊട്ടടുത്ത് ഇപ്പോൾ ബാംഗ്ലൂരിന് അടുത്തുള്ള എവിടെയെങ്കിലും പോകണമെന്ന് താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ പ്ലേസ് തന്നെയാണ്. ജസ്റ്റ് പക്ഷേ ഇച്ചിരി ഏർലി മോർണിംഗ് ഇപ്പം ഞാൻ വന്ന പോലെ അല്ലെങ്കിൽ അതിന് മുന്നേ വരണം. അതാകുമ്പോൾ നമുക്ക് നൈസായിട്ട് എൻജോയ് ചെയ്യാം. നല്ല ക്ലൈമറ്റാണ്. ഇതുവരെ എനിക്ക് ചൂടൊന്നും ഇല്ല ഇവിടെ. നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പീസ്ഫുള്ളാണ്. ആൾക്കാർ വരുന്ന പോലെ ഇരിക്കും പീസ്ഫുൾനെസ്സൊക്കെ. റോഡും നല്ലതാണ്. നോർമലി ഇങ്ങനത്തെ ചില സ്ഥലത്തൊക്കെ റോഡൊക്കെ മോശമായിരിക്കും. ഇത് റോഡും നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. ആകെ ചെറിയ വീതി കുറഞ്ഞ റോഡാണ്, നമുക്ക് പതുക്കെ വരാനൊക്കത്തുള്ളൂ. പക്ഷെ ആ വരുന്ന വഴിയൊക്കെ നല്ല വഴിയാണ്. നമുക്കെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റുന്ന വഴിയാണ്. ഞാൻ ബൈക്കിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് പറഞ്ഞത്. ഞാൻ വന്നത് വഴിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. റൈഡ് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്പീഡൊന്നും എടുക്കാനൊക്കത്തില്ല, പതുക്കെ വരണം. സോ നമ്മളങ്ങനെ റിട്ടേൺ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ വെയിലായി തുടങ്ങി, 9 മണി കഴിഞ്ഞ്. നമ്മൾ ആ ഹൈവേ കൂടെ തന്നെ പോകാനാണ് ഹൊസൂർ. നൈസ് പ്ലേസാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. ബാംഗ്ലൂരിൽ നിന്ന് നമുക്കൊരു ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡോ, കുറച്ചേ ഉള്ളൂ, 100 കിലോമീറ്റർ താഴെ കണ്ടേ ഉള്ളൂ, 100 കിലോമീറ്റർ മാക്സിമം. എന്ന് വെച്ചാൽ 2-3 റൂട്ടുണ്ട്. ഇതിൽ ഏറ്റവും നല്ല സ്മൂത്തായിട്ട് വേണമെങ്കിൽ ഹൈവേ വഴി തന്നെ വരണം. നമ്മൾ ഹൊസൂർ റൂട്ട് കയറിയിട്ട് അവിടെ നിന്ന് ഒരു ടേൺ ഉണ്ട് ലെഫ്റ്റിലോട്ട്, അതാണ് സ്മൂത്തസ്റ്റ് റൂട്ട്. ബാക്കി റോഡൊക്കെ ചിലപ്പോൾ മോശമായിരിക്കും മിക്കവാറും. ഞാൻ ആ വേറെ വഴി കണ്ട് വന്നിട്ട് അവിടെ പണി നടക്കുമായിരുന്നു, അങ്ങനെയാണ് ഡീവിയേറ്റ് ചെയ്തത്. സോ ബ്രേക്ക്ഫാസ്റ്റ് റൈഡിനൊക്കെ പറ്റിയ റൂട്ടാണത്. അപ്പം നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കഴിയുമ്പോൾ നമ്മൾ ഹൈവേയിലെത്തും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.